നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മാനവരിൽ മഹോന്നതനാണ്, അതിശ്രേഷ്ഠനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെയേറെ പ്രത്യേകതകളും മഹത്വങ്ങളും ഉള്ളതോടൊപ്പം നബിയാണ്, റസൂലാണ്, ഭരണാധികാരിയാണ് എന്നതോടൊക്കെ ഒപ്പം ആളുകളിൽ ഒരാളായി അവരോടൊപ്പം ചേർന്ന് ജീവിച്ച് മഹിത മാതൃക കാഴ്ചവെച്ച മഹൽ പുരുഷനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികൾ തിരുദൂതരിൽ നിന്ന് ഏറെ അകന്ന് പാർത്തവരായിരുന്നില്ല. ഇങ്ങനെയൊക്കെ ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വം നമ്മൾ പല നേതാക്കന്മാരിലും രാജാക്കന്മാരിലും നായകന്മാരിലും ഭരണാധികാരികളിലുമൊക്കെ വായിക്കുന്നത് പോലെ ആളുകളിൽ നിന്നകന്ന് മതിൽക്കെട്ടുകൾക്കുള്ളിൽ കാവൽക്കാരാൽ ചുറ്റപ്പെട്ട് ആളൊഴിഞ്ഞിടത്ത് ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന തിരുദൂതരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയലൊക്കത്ത് പാർത്തിരുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കുമാർ അടുത്ത് പാർക്കുന്ന ആളുകളായിരുന്നു. അൽ ഖാസിം ഇബ്നു അബ്ദില്ല റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അഖ്ബറത്നി ജാറത്തുൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാനത് തസ്മഉഹു ഹീന തുലൂഇൽ ഫജ്ർ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ ഫിത്നത്തിൽ ഖബ്ർ. അബ്ദുല്ലാഹ് ഇബ്നു ഖാസിം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അയൽവാസി പെണ്ണ് എന്നോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അയൽവാസി, ഒരു മഹദി എന്നോട് പറഞ്ഞു, ഫജ്റിൻ്റെ ഉദയവേളയിൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത് ഞാൻ കേൾക്കുമായിരുന്നു. ഈ അയൽവാസി മഹദി കേൾക്കുമായിരുന്നു തിരുദൂതർ ഫജ്റിൻ്റെ സമയം ചൊല്ലുന്നത്. അതെന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ ഖബ്രി. അല്ലാഹുവേ, ഖബറിൻ്റെ അദാബിൽ നിന്നും ഖബറിലെ ഫിത്നയിൽ നിന്നും പരീക്ഷണത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത് ഈ അയൽവാസി മഹദി കേൾക്കാറുണ്ടായിരുന്നു എന്ന് അവർ അൽ ഖാസിം ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികൾ നബിയുടെ എത്ര അടുത്ത് പാർത്തിരുന്നവരാണ്. മക്ക കാലഘട്ടം 13 വർഷം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളുടെ വിഷയങ്ങൾ വായിക്കുമ്പോൾ നബിയുടെ പിതൃവ്യൻ അബൂ ലഹബ് അബ്ദുൽ ഉസ്സ ഇബ്നു അബ്ദുൽ മുത്തലിബ്, അതേപോലെ ഉഖബ ഇബ്നു അബി മുഅയ്ത്, അൽ ഹക്കം ഇബ്നു അൽ ആസ് അൽ ഹക്കം ഇബ്നു അൽ ആസ്, അപ്രകാരം അദി ഇബ്നു ഹംറ അസ്സഖഫി, ഇബ്നുൽ അസ്ദ, അൽ ഹുദലി തുടങ്ങിയവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായിരുന്നു എന്നാണ്. ഇതിൽ അൽ ഹക്കം ഇബ്നുൽ ആസ് പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കളായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ആദർശത്തിൻ്റെ പേരിൽ ദ്രോഹിച്ചിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരുമായുള്ള ചരിത്രം വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അവരുടെ പ്രതിലോമ പ്രവർത്തനങ്ങൾക്ക് ഒരു എതിര് പ്രവർത്തിച്ചത് നമ്മൾ വായിക്കുന്നില്ല. പൊറുതിമുട്ടിയപ്പോൾ യാ ബനി അബ്ദി മനാഫ് അയ്യ ജിവാരിൻ ഹാദ, അല്ലെങ്കിൽ അയ്യു ജിവാരിൻ ഹാദ, അബ്ദു മനാഫിൻ്റെ മക്കളെ ഇതെന്താ അയൽപ്പക്കമാണ് എന്ന് പറഞ്ഞ് അവരുടെ ആ ഉപദ്രവത്തിൽ തൻ്റെ വിഷമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചറിയിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. മക്ക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളെ കുറിച്ചാണ് നമ്മളിവിടെ ഈ പേരുകളിൽ മനസ്സിലാക്കുന്നത്.